സ്വാഗതം ടോപ് 10ലേക്ക്. ശബരിമലയാണ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞത്. ഹൈക്കോടതി പരാമർശത്തിൽ പ്രതിരോധത്തിലായ സർക്കാരും ദേവസ്വവും അയ്യനെ ദർശിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമൊക്കെ ശബരിമലയെ വാർത്തകളിൽ നിറച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കി കോൺഗ്രസും BJPയും രംഗത്തെത്തിയപ്പോൾ സന്നിധാനത്തെത്തിയ രാഷ്ട്രപതി ആ വിവാദ ദ്വാരപാലക ശില്പത്തെക്കുറിച്ച് ആരാഞ്ഞതും ഇന്ന് നാം കണ്ടു. ഇന്നത്തെ വാർത്തകൾ നമുക്ക് സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. ഇനിയും ആരൊക്കെ? ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതിരോധത്തിലായി സർക്കാരും ദേവസ്വം ബോർഡും. ഇടതു ഭരണകാലത്തെ 3 ദേവസ്വം ഭരണ സമിതികളിലേക്കും അന്വേഷണം നീങ്ങിയതോടെ കൂടുതൽ പേർ പ്രതിപ്പട്ടികയിലേക്ക്. സ്വർണ്ണക്കൊള്ളയിൽ തനിക്കോ ബോർഡിനോ പങ്കില്ല എന്ന് ആവർത്തിച്ച് PS പ്രശാന്ത്. ബോർഡ് അംഗങ്ങളെ ചവിട്ടി പുറത്താക്കണമെന്ന് VD സതീശൻ. കന്നിമാളികപ്പുറമായി രാഷ്ട്രപതി. ശബരിമലയിൽ ദർശനം നടത്തി ദ്രൗപദി മുർമു. ഇരുമുടിക്കെട്ടുമായി 18ാം പടി കയറി. സന്നിധാനത്ത് പൂർണ്ണ കുംഭം നൽകി സ്വീകരണം. പ്രമാടത്ത് ഹെലികോപ്റ്റർ ഇറക്കിയതിൽ സുരക്ഷാ വീഴ്ചയില്ല എന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ. രാഷ്ട്രപതിക്ക് നാളെ തിരുവനന്തപുരത്തും കോട്ടയത്തും പരിപാടികൾ. വിയോജിപ്പിൽ പിന്നോട്ടില്ല. PM ശ്രീ പദ്ധതിയിലെ എതിർപ്പ് മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ചു CPI. ദേശീയ നയം നടപ്പാക്കില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം തള്ളി ബിനോയ് വിശ്വം. ഫണ്ട് വാങ്ങിയാൽ പദ്ധതി നടപ്പാക്കേണ്ടി വരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി. BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയെന്ന് VD സതീശൻ. വിമർശനം കാര്യമറിയാതെയെന്ന് രാജീവ് ചന്ദ്രശേഖർ. ചർച്ച സജീവം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയേക്കും. ASEAN ഉച്ചകോടിക്കിടെ ഒപ്പുവെക്കുമെന്ന് സൂചന. കരാർ ഒപ്പിട്ടാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 15% കുറയും. ആശയറ്റവരുടെ പ്രതിഷേധം. ആശാവർക്കർമാരുടെ ക്ലിഫ് ഹൗസ് ഉപരോധത്തിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. സമരക്കാരുടെ വസ്ത്രം വലിച്ചുകീറിയെന്നും ലാത്തി കൊണ്ട് മർദ്ദിച്ചു എന്നും നേതാക്കൾ. നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആശമാണ്. തുടരുന്ന ജാഗ്രത. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യത. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു. സ്നേഹസ്പർശമായി അമ്മ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സ്വിറ്റ്സർലാൻഡിൽ ഊഷ്മള സ്വീകരണം. 6 വർഷങ്ങൾക്ക് ശേഷം എത്തിയ അമ്മയെ വരവേറ്റത് ആയിരങ്ങൾ. കായിക കൗമാരം കളത്തിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 662 പോയിന്റുമായി തിരുവനന്തപുരം മുന്നിൽ. കണ്ണൂർ തൊട്ടുപിന്നിൽ. തൃശൂർ 3ാം സ്ഥാനത്ത്. ജനമനസ്സിലെ ഇടത്തിനായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പ്രഖ്യാപനങ്ങളുമായി RJD. അധികാരത്തിലെത്തിയാൽ ജീവിക പ്രവർത്തകർക്ക് മാസം 30,000 രൂപയെന്ന് തേജസ്വി യാദവ്. മഹാസഖ്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം നാളെ. RJDയുടേത് വ്യാജ ഉറപ്പുകളെന്ന് BJP. സ്റ്റോറി ഓഫ് ദി ഡേ. നല്ല ഭാവിയുടെ ചിത്രങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെ സർക്കാരും ദേവസ്വം ബോർഡും പ്രതിരോധത്തിലായി എന്ന കാര്യത്തിൽ സംശയമില്ല. LDF സർക്കാരിന്റെ കാലത്തെ 3 ദേവസ്വം ഭരണസമിതികളിലേക്കും അന്വേഷണം നീണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ പെടും എന്ന ഉറപ്പ്. പക്ഷേ അപ്പോഴും തനിക്കോ ബോർഡിനോ പങ്കില്ല എന്നാണ് പ്രസിഡന്റ് PS പ്രശാന്ത് ആവർത്തിക്കുന്നത്. അന്വേഷണ സംഘം പിടിച്ചെടുത്ത രേഖകൾ സത്യം പറയുമോ? അതാണ് ഇനി അറിയാനുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകളാണ് പുറത്തുവരുന്നത്. ദേവസ്വം ഭരണസമിതിക്കും ജീവനക്കാർക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാകില്ലെന്നും കവർച്ചയുമായി ബന്ധമുണ്ടോ എന്ന സംശയവും SIT ചൂണ്ടിക്കാട്ടുന്നു. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും ജീവനക്കാരും ആർക്കോ വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. രേഖകളിൽ പോലും അട്ടിമറി വ്യക്തമെന്നാണ് SIT ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അതിനിടെ 2019 ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. സ്വർണം പൂശാൻ തീരുമാനമെടുത്ത യോഗത്തിലെ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പിടിച്ചെടുത്ത മിനിറ്റ്സിലുള്ളത്.
സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്തതിൽ നിലവിലെ പ്രസിഡന്റ് PS പ്രശാന്തും SITയുടെ അന്വേഷണ പരിധിയിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശില്പപാളികളും താങ്ങുപീഠവും കൈമാറാൻ PS പ്രശാന്ത് നിർദ്ദേശം നൽകിയതായി SIT ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ദേവസ്വം ഉന്നതർ മുതൽ താഴേക്കുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും പങ്ക് SIT അന്വേഷിക്കണമെന്നും ഗൂഢാലോചന, അധികാര ദുർവിനിയോഗം, ചുമതലയിൽ നിന്നുള്ള വ്യതിചലനം എന്നിവയും പുറത്തുകൊണ്ടുവരണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതോടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഭരണസമിതിയും അടക്കം പ്രതിക്കൂട്ടിലാകുകയാണ്. അതേസമയം തനിക്ക് പിഴവ് പറ്റിയിട്ടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് PS പ്രശാന്ത്. നവംബറിൽ കാലാവധി അവസാനിക്കുന്ന ഈ ദേവസ്വം ഭരണസമിതിക്ക് വീണ്ടും നീട്ടി നൽകാനുള്ള സർക്കാർ നീക്കത്തിനും ഈ അന്വേഷണ റിപ്പോർട്ട് തിരിച്ചടിയാവുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ സന്നിധാനത്തെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അതേക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. ഒപ്പമുള്ള സുരക്ഷാ ജീവനക്കാരോടായിരുന്നു ചോദ്യമുന്നയിച്ചത്. കേരളത്തിലെത്തിയ രാഷ്ട്രപതിയോട് ശില്പപാളികളിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച BJP നേതാക്കൾ കഴിഞ്ഞ ദിവസം ആശങ്ക അറിയിച്ചിരുന്നു. ഹൈക്കോടതി പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് കോൺഗ്രസും BJPയും. പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം പുറത്താക്കണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം, ഡിമാൻഡ്, അതിനെ ശരിവെക്കുന്ന തരത്തിൽ അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി ഇന്നലെ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. 2019 വ്യാജ പാളിയുണ്ടാക്കി, ചെമ്പുപാളിയുണ്ടാക്കി ഒറിജിനലായിട്ടുള്ള ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ കഴിഞ്ഞ ഭരണസമിതി അതിന്റെ കുറ്റക്കാരായിട്ട് ഇപ്പോൾ പ്രതിപ്പട്ടികയിൽ വന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം 2016 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. വാസവൻ മന്ത്രി രാജിവെക്കണം. വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇന്നലെ ഇതൊരു നിവേദനം അയച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഇതിന്റെ കോൺസ്പിറസി എക്സ്പോസ് ചെയ്യണം. ഇത് ശബരിമലയിൽ മാത്രമല്ല, ഇന്നത്തെ ഒരു റിപ്പോർട്ടിൽ ഞാൻ കാണുന്നു ഗുരുവായൂർ ദേവസ്വം 25 കോടി മിസ്സിംഗ് ആണെന്ന്. അപ്പോൾ ഇത് ഒരു ഗൂഢാലോചന, ഒരു കോൺസ്പിറസി ആണെന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഗീയ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഇനി നടക്കില്ല. അങ്ങനെ ദേവസ്വം ബോർഡിനെതിരെ പ്രതിഷേധം കടുക്കുകയാണ്. അഴിമതിക്കും സ്വർണ്ണക്കൊള്ളയ്ക്കുമെതിരെ വൈക്കത്ത് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഭക്തജന മാർച്ച് ഇന്ന് നടന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കുക, ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുക, ദേവസ്വം ക്ഷേത്ര ഭരണം സർക്കാർ വിട്ടൊഴിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ശബരിമലയ്ക്ക് പിന്നാലെ പല ക്ഷേത്രങ്ങളിലും വെട്ടിപ്പുണ്ടായിട്ടുണ്ടോ എന്ന സംശയമേറുകയാണ്. ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിൽ വിലപിടിപ്പുള്ള ക്ഷേത്രവസ്തുക്കൾ കാണാനില്ല എന്നാണ് നിലവിലെ കണ്ടെത്തൽ. 2000 കിലോ ഭാരമുള്ള ഉരുളി, ആനക്കൊമ്പ്, മഞ്ചാടിക്കുരു തുടങ്ങിയവയുടെ കണക്കിലാണ് അവ്യക്തതയുള്ളത്. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതം എന്നാണ് ഗുരുവായൂർ ദേവസ്വം പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ കൈകാര്യം ചെയ്തതായി സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ട്. SBI ഗോൾഡ് ഡിപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിച്ച സ്വർണം യഥാക്രമം പുതുക്കി വയ്ക്കാത്തതിനാൽ 79 ലക്ഷം രൂപ നഷ്ടം വന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭക്തർ നൽകിയ ചാക്കുകണക്കിനുള്ള മഞ്ചാടിക്കുരു കാണാതായി.
കുങ്കുമപ്പൂവ് രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ പരിഹരിച്ചുവെന്നും ഇക്കാര്യങ്ങളിൽ വിശദമായ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും ഗുരുവായൂർ ദേവസ്വം പ്രതികരിച്ചു. 2019 മുതൽ 2022 വരെയുള്ള കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നടപടികളിലെ പിഴവാണ് റിപ്പോർട്ടിലുടനീളം ചൂണ്ടിക്കാണിക്കുന്നത്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ അക്കൗണ്ട് ചെയ്യുന്നില്ല. പാലക്കാട് സ്വദേശി 2002 ക്ഷേത്രത്തിൽ നൽകിയ 2000 കിലോ തൂക്കം വരുന്ന 15 ലക്ഷം രൂപ വിലയുള്ള ഉരുളി കണക്കിൽ ചേർത്തിട്ടില്ല. പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനക്കൊമ്പ് ചെത്തിയതിൽ 530-ലധികം കിലോ കാണാനില്ലെന്ന വിവരവും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. എന്തായാലും ഇതെല്ലാം ആശങ്കയേറ്റുന്ന കാര്യമാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ അഴിമതിയിലും സ്വർണ്ണത്തട്ടിപ്പടക്കമുള്ള വിഷയങ്ങളിലും അടിയന്തരമായി ഇടപെടണമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിട്ടുണ്ട്. ശബരിമല ക്ഷേത്രത്തിനു പിന്നാലെ മറ്റ് ക്ഷേത്രങ്ങളിലും മോഷണം പോയ സമാനമായ സംഭവങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കേരള പോലീസ് ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതിനാൽ പോലീസിന്റെ അന്വേഷണത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നും BJP ആരോപിച്ചു. കഴിഞ്ഞ 30 വർഷത്തെ ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസിക്ക് നിർദ്ദേശം നൽകണം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിച്ചത്. കറുപ്പുടുത്ത ഇരുമുടിക്കെട്ടുമായി 18-ാം പടി ചവിട്ടി അയ്യനെ തൊഴുതു വണങ്ങി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സന്നിധാനത്ത് തന്ത്രിയുടെ നേതൃത്വത്തിൽ പൂർണ്ണ കുംഭം നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു രാഷ്ട്രപതി ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്. രാവിലെ 8:45 പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ രാഷ്ട്രപതി പ്രത്യേക വാഹനവ്യൂഹത്തിൽ 11 മണിയോടെ പമ്പയിലെത്തി. പുണ്യനദിയായ പമ്പയിൽ കാൽ കഴുകി പമ്പാ ഗണപതി ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രം മേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്കും സംഘത്തിനും ഇരുമുടിക്കെട്ട് നിറച്ചു നൽകി. രാഷ്ട്രപതിക്ക് പുറമെ ADC സൗരഭസ് നായർ, PSO വിനയ് മാത്തൂർ, രാഷ്ട്രപതിയുടെ മരുമകൻ ഗണേഷ് ചന്ദ്ര ഹോംബ്രാം എന്നിവരും പമ്പയിൽ നിന്നും കെട്ടുനിറച്ചു. ചടങ്ങുകൾ പൂർത്തിയാക്കി ഗൂർഖ ജീപ്പിൽ സ്വാമി അയ്യപ്പൻ റോഡിലൂടെ 20 മിനിറ്റുകൾ കൊണ്ട് രാഷ്ട്രപതി സന്നിധാനത്തെത്തി. കന്നിമാളികപ്പുറമായി 18-ാം പടി ചവിട്ടി ഭഗവത് സന്നിധിയിലേക്ക്. സന്നിധാനത്ത് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. അയ്യപ്പനെയും ഉപദേവതകളെയും തൊഴുത രാഷ്ട്രപതി മാളികപ്പുറവും വാവരുസ്വാമി നടയും സന്ദർശിച്ചു. അയ്യപ്പ ദർശനത്തിനു ശേഷം ഇരുമുടിക്കെട്ടുകൾ പൂജിച്ച പ്രസാദവും രാഷ്ട്രപതി സ്വീകരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉപഹാരം മന്ത്രി VN വാസവൻ രാഷ്ട്രപതിക്ക് സമ്മാനിച്ചു. ദർശനം പൂർത്തിയാക്കി തിരികെ പത്തനംതിട്ടയിലെത്തിയ രാഷ്ട്രപതി 3:15 തിരുവനന്തപുരത്തേക്ക് മടങ്ങി. അമൃത ന്യൂസ്, പത്തനംതിട്ട. അതിനിടെ സുരക്ഷാ വീഴ്ചയും ചർച്ചയായി. പത്തനംതിട്ട പ്രമാടത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു. രാഷ്ട്രപതിയുമായി കോപ്റ്റർ സുരക്ഷിതമായി ഇറങ്ങിയ ശേഷമായിരുന്നു പക്ഷേ താഴ്ന്നത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് തള്ളി മുന്നോട്ട് നീക്കുകയായിരുന്നു. ഹെലികോപ്റ്റർ നിലയ്ക്കൽ ഇറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇറക്കിയത്. രാവിലെയോടെയായിരുന്നു ഹെലിപാഡ് നിർമ്മാണം പൂർത്തിയായത്. അതുകൊണ്ട് കോൺക്രീറ്റ് പ്രതലം ഉറച്ചിരുന്നില്ല. എന്തായാലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണനും പറയുന്നത്. ചെറിയ തോതിൽ മാത്രമാണ് ടയർ താഴ്ന്നത്. സുരക്ഷാ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ഹെലികോപ്റ്റർ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ അവരുടെ തന്നെ ടീം വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ H എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ഹെലികോപ്റ്റർ നോർമലി ലാൻഡ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അതൊരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ടോട്ടൽ ഏരിയ കോൺക്രീറ്റ് ചെയ്തു. കോൺക്രീറ്റ് ചെയ്തപ്പോൾ സെന്റർ പോർഷൻ ആണ് നമ്മൾ ആദ്യം കോൺക്രീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ള പോർഷൻസ് കോൺക്രീറ്റ് ചെയ്ത് പോകുന്നു. അതാണ് ചെയ്യുന്നത്. നാളെ കോട്ടയത്തും തിരുവനന്തപുരത്തും ഒക്കെ രാഷ്ട്രപതിക്ക് പരിപാടികളുണ്ട്. രാഷ്ട്രപതിയെ വരവേൽക്കാൻ എന്തായാലും പാലാ സെന്റ് തോമസ് കോളേജിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടി നാളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും. 1950 പ്രവർത്തനം ആരംഭിച്ച പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിലാണ് രാഷ്ട്രപതി കോളേജിലേക്ക് എത്തുന്നത്. കോളേജിന്റെ ആദ്യ ബാച്ചിലുണ്ടായിരുന്നത് 300-ലധികം വിദ്യാർത്ഥികളും 14 അധ്യാപകരും ഏതാനും അനധ്യാപകരുമാണ്.
നിലവിൽ 15 UG പ്രോഗ്രാമുകളും 16 PG പ്രോഗ്രാമുകളും 11 ഗവേഷണ വിഭാഗങ്ങളുമാണ് കോളേജിൽ ഉള്ളത്. 2000-ൽ പരം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ അധ്യയനം നടത്തുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. മുൻ വനം വകുപ്പ് മന്ത്രി NM ജോസഫ്, MG യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ AT ദേവസ്യ, പിന്നീട് MG വൈസ് ചാൻസലർമാരായ ഡോക്ടർ സിറിയക് തോമസ്, ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ എന്നിവരും ഈ കോളേജിലെ അധ്യാപകരായിരുന്നു. ഇങ്ങനെ വിദ്യാഭ്യാസ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ വലിയ സംഭാവനകളാണ് സെന്റ് തോമസ് കോളേജ് നൽകിയിട്ടുള്ളത്. 45 ഇന്റർനാഷണൽ അത്ലറ്റുകളെയും രാജ്യത്തിന് സംഭാവന ചെയ്തു. അഭിമാനകരമായ ഒട്ടേറെ നേട്ടങ്ങളുമായി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിലേക്ക് എത്തുമ്പോഴാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് ബിഷപ്പ് വയലിൽ ഹാളിൽ നടക്കുന്ന പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും. ജൂബിലി സെലിബ്രേഷൻസ്, പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻസിന്റെ വാലിഡേറ്ററി ഫംഗ്ഷൻ എന്ന ആ ചടങ്ങിലേക്കാണ് ഇന്ത്യയുടെ സമാരാധ്യയായ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു വന്നു ചേരുന്നത്. അത് ഞങ്ങൾക്കൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലത്ത് ഒരു കലാലയത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടമാണ് രാഷ്ട്രപതി തന്നെ കലാലയത്തിൽ വന്ന് ആ കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥി ആകുക എന്നുള്ളത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ, പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് തുടങ്ങിയവർ സംസാരിക്കും. 800ഓളം പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. രാഷ്ട്രപതിയെ സ്വീകരിക്കാനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയതായി കോളേജ് അധികൃതർ അറിയിച്ചു. പാലായിലെ പരിപാടികൾക്ക് ശേഷം കുമരകത്ത് താമസിക്കുന്ന രാഷ്ട്രപതി 24-ന് രാവിലെ കൊച്ചിയിലേക്ക് പോകും. അമൃത ന്യൂസ്, കോട്ടയം. PM ശ്രീയിൽ CPIയുടെ സമ്മർദ്ദതന്ത്രം പാളിയോ? ഫലം കാണുമോ ഇല്ലയോ? എന്തായാലും തങ്ങളുടെ എതിർപ്പും ആശങ്കയും മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ഉന്നയിച്ചിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ അത് നടക്കില്ല എന്നും ഫണ്ട് വാങ്ങിയാൽ പദ്ധതി നടപ്പാക്കേണ്ടി വരും എന്നുമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകുന്ന മുന്നറിയിപ്പ്. കരാർ ഒപ്പിട്ട ശേഷം സംസ്ഥാനം പിന്തിരിഞ്ഞാൽ അത് പുതിയ പ്രതിസന്ധിക്ക് വഴിവെക്കും. കാത്തിരുന്ന് കാണണം. PM ശ്രീ പദ്ധതിയിലെ എതിർപ്പ് ശക്തമാക്കുകയാണ് CPI. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ CPM ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പാർട്ടി. മന്ത്രിസഭായോഗം ചേരുന്നതിന് മുൻപ് 4 മന്ത്രിമാരും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വീട്ടിൽ യോഗം ചേർന്നിരുന്നു. മന്ത്രിസഭയിൽ ഇക്കാര്യം ശക്തമായി ഉന്നയിക്കണമെന്ന് ബിനോയ് വിശ്വം നിർദ്ദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് തന്നെ മന്ത്രിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്നാണ് CPI മന്ത്രിമാർ ചോദിച്ചത്. അതേസമയം എതിർപ്പ് എത്രയായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ മന്ത്രി. PM ശ്രീയിൽ ചേരുന്നതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന മന്ത്രി V ശിവൻകുട്ടിയുടെ വാദം തള്ളുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി. PM ശ്രീ ഫണ്ട് വാങ്ങിയാൽ പദ്ധതി നടപ്പാക്കേണ്ടി വരുമെന്നും രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. ഈ ഫണ്ടും NEP-യുമായിട്ട് ബന്ധമാണ്. NEP-യുടെ സ്കീം പൂർണ്ണമായി നടപ്പിലാക്കാതെ ഈ ഫണ്ട് കിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ആരാണ് CPI എന്ന MV ഗോവിന്ദന്റെ പരാമർശത്തിനും കൃത്യമായ മറുപടി നൽകുകയാണ് ബിനോയ് വിശ്വം. അത് പൂർണ്ണമായും ഒരു അരാഷ്ട്രീയ ചോദ്യമാണ്. അത്തരമൊരു അരാഷ്ട്രീയ ചോദ്യം ചോദിക്കാനുള്ള ആളല്ല CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്നെനിക്കറിയാം. അതുകൊണ്ട് CPIM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ രാഷ്ട്രീയ ആശയ നിലവാരത്തിൽ നിരക്കാത്ത ചോദ്യം ഗോവിന്ദ മാഷ് ചോദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇടതുമുന്നണി യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്യാനാണ് CPM നീക്കം നടത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനവും മുന്നണി പോരും അവസരമാക്കുകയാണ് പ്രതിപക്ഷമായി കോൺഗ്രസ്. വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനാണ് BJPയുടെ ശ്രമമെന്നും BJP-CPM ഡീലിന്റെ ഭാഗമാണ് ഇതൊക്കെയെന്നുമാണ് VD സതീശനും KC വേണുഗോപാലും പറയുന്നത്. കാര്യം അറിയാതെയുള്ള വിമർശനമെന്ന് BJPയും പറഞ്ഞു വയ്ക്കുന്നു. വിവാദത്തിൽ നിരവധി പ്രതികരണങ്ങളാണ് ഇന്നുണ്ടായത്. PM ശ്രീയിൽ സർക്കാരിൽ തന്നെ ഭിന്നത നിലനിൽക്കുന്നതിനിടെയാണ് പ്രതിപക്ഷവും BJPയും പ്രതികരണങ്ങൾ തുടരുന്നത്. BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയാണ് PM ശ്രീ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആദ്യം CPM-ഉം CPI-യും തമ്മിൽ സെറ്റിൽ ചെയ്ത് CPI ഇന്നും പറഞ്ഞിരിക്കുകയാണ് ഇത് മേടിക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാട് അവരെടുത്തിരിക്കുക. വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയാണ്. ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല.
പദ്ധതിക്ക് സർക്കാർ അനുമതി നൽകിയത് BJP-CPM ഡീലിന്റെ ഭാഗമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സിലബസിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നത് കോൺഗ്രസ് അംഗീകരിക്കില്ല എന്നും KC പറഞ്ഞു. പദ്ധതിയിൽ LDF-ലെ അനൈക്യം പ്രകടമാണെന്ന് CPI നിലപാട് ഉറച്ചതാണോ എന്ന് അവർ തെളിയിക്കട്ടെ എന്നുമായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. നിബന്ധനകളോടെ മാത്രമേ ഫണ്ട് വാങ്ങൂവെന്നും പാർട്ടി നയം വ്യക്തമാക്കിയതാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. കാര്യമറിയാതെയാണ് CPM-ഉം കോൺഗ്രസും വിമർശിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നരേന്ദ്രമോദിജി 2020 അവതരിപ്പിച്ചൊരു പോളിസിയാണ്. ആരെങ്കിലും ആ പോളിസി പഠിച്ചാൽ എല്ലാവരും ആ പഠിച്ച ആൾക്ക് മനസ്സിലാവും ഇത് ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് വേണ്ടി എംപവർമെൻറ്റിൻ്റെ ഒരു എഡ്യൂക്കേഷൻ പോളിസി ആയിരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം ഇതെല്ലാം ഒരു ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ ഡിബേറ്റിംഗ് ഇഷ്യൂസ് ആണ്. പദ്ധതിയിൽ CPIക്ക് അവ്യക്തത ഉണ്ടോ എന്ന കാര്യം അറിയില്ലെന്നും മുന്നണിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ടു പോകുമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല ഐക്യത്തോടും നല്ല ഒന്നിച്ചുമുള്ള ഒരു പ്രവർത്തനമാണ് കേരളത്തിലുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് കേരളത്തിൽ സുശക്തമാണ്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പിണറായി പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന പാർട്ടിയാണ് CPI എന്നും വെള്ളാപ്പള്ളി നടേശൻ പരിഹസിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വ്യാപാര കരാറുകൾ സംബന്ധിച്ച് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള തർക്കങ്ങൾ അവസാനിക്കുകയാണ്. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ വൈകാതെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തും എന്നാണ് സൂചന. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ നികുതി 15% കുറച്ചേക്കും. തുടർ ചർച്ചയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫോണിൽ സംസാരിച്ചു. ചർച്ചകൾ വിജയകരമായാൽ ഇന്ത്യ-US വ്യാപാര കരാർ ASEAN ഉച്ചകോടിക്കിടെ ഒപ്പിട്ടേക്കും എന്നാണ് വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം വന്നിട്ടില്ല. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിലാണ് ഇന്ത്യക്കുമേൽ അധിക തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയത്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങളിൽ വിള്ളൽ വീണു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ സൗഹൃദം തുടരുമ്പോഴും വ്യാപാര കരാറിന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നില്ല. വാണിജ്യ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി വിവിധ തലത്തിൽ ചർച്ചകളും നടന്നിരുന്നു. ആ ചർച്ചകളുടെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള നികുതി 15 മുതൽ 16% കുറയ്ക്കുന്ന വ്യാപാര കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുമെന്നാണ് സൂചന. ഈ മാസം അവസാനം നടക്കുന്ന ASEAN ഉച്ചകോടിക്ക് മുമ്പ് കരാർ പൂർത്തിയാക്കാൻ ഇരുപക്ഷവും ശ്രമിക്കുകയാണ്. ASEANൽ വെച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഊർജ്ജ, കാർഷിക മേഖലകളിൽ ശ്രദ്ധയൂന്നിയുള്ള കരാറാകും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യ ക്രമേണ കുറയ്ക്കുന്നതാണ് നിലവിൽ നടക്കുന്ന ചർച്ചയുടെ കാതൽ. എണ്ണ ഇറക്കുമതി ഘട്ടം ഘട്ടമായി കുറയ്ക്കാമെന്ന് ഇന്ത്യ സമ്മതിച്ചുവെന്ന് ട്രംപ് അവകാശവാദമുയർത്തുന്നുണ്ട്. കരാർ നിലവിൽ വന്നാൽ ജനിതകമാറ്റം വരുത്താത്ത ചോളം, സോയാബീൻ തുടങ്ങിയ ചില അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചേക്കും. ഇതിനു പകരമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി താരിഫ് അമേരിക്ക ഗണ്യമായി കുറയ്ക്കുമെന്നാണ് സൂചന. താരിഫുകളും വിപണി പ്രവേശനവും സംബന്ധിച്ചുള്ള അവലോകനങ്ങൾക്ക് സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥകളും കരാറിൽ ഉണ്ടായേക്കും. അതേസമയം ഏതു തരത്തിലുള്ള ചർച്ച നടന്നാലും രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായി ഒരു കരാറും ഉണ്ടാകില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ കരാർ യാഥാർത്ഥ്യമായാൽ മാത്രമേ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ നിലനിർത്തുന്നതുൾപ്പെടെ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചുവെന്ന് വ്യക്തമാകൂ. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഒടുവിൽ സഹനമണ പൊട്ടി. സഹനസമരത്തിന്റെ 256 ദിവസമായ ഇന്ന് ആശാപ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ആശമാർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ചിനിടെ വസ്ത്രം വലിച്ചു കീറിയെന്നും ലാത്തി കൊണ്ട് മർദ്ദിച്ചു എന്നുമൊക്കെ അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് ഒരുങ്ങുന്നത്. കറുപ്പണിഞ്ഞ് പ്രതിഷേധിക്കാനാണ് തീരുമാനം. അനിശ്ചിതകാല രാപകൽ സമരം 8.5 മാസം പിന്നിട്ടിട്ടും പരിഹാരമുണ്ടാവാത്തതാണ് ക്ലിഫ് ഹൗസ് മാർച്ചിലേക്ക് ആശമാരെ നയിച്ചത്. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമെന്നതായിരുന്നു സമരക്കാരുടെ ആവശ്യം. മാർച്ചിനെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടെ ആശമാർ ക്ലിഫ് ഹൗസ് റോഡ് ഉപരോധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
ഇതിനിടെ ആശാപ്രവർത്തകരുടെ മൈക്ക് സെറ്റും സൗണ്ട് ബോക്സും ജനറേറ്ററും അടക്കം പോലീസ് പിടിച്ചെടുത്തു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ CMB നേതാവ് CP ജോണിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധക്കാർ പോലീസ് ജീപ്പ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷത്തിൽ ഇരു കൂട്ടർക്കും പരിക്കേറ്റു. ഞങ്ങൾക്ക് 100 രൂപ വെച്ച് കൂടി തരണമെന്ന് പറഞ്ഞതുകൊണ്ടാണോ? എന്താ ഇത് രാജഭരണമാണോ ഇവിടെ? വളരെ മോശമായ സമീപനമാണ് ഗവൺമെന്റും ഇവിടുത്തെ പോലീസ് ഓഫീസർമാരും എടുക്കുന്നത്. ഒരു ചെറിയ മൈക്കിന് വേണ്ടിയാണ് ഈ പ്രകോപനം ഉണ്ടാക്കുന്നത്. മാർച്ചിനിടെ സമരക്കാരുടെ വസ്ത്രം വലിച്ചു കീറിയെന്നും ലാത്തികൊണ്ട് മർദ്ദിച്ചുവെന്നും സമരസമിതി നേതാവ് MA ബിന്ദു ആരോപിച്ചു. നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി യസ്മിനിയുടെ വസ്ത്രം മുഴുവൻ വലിച്ചു കീറി എന്നെ ഒരു പ്രകോപനവുമില്ലാതെ എന്റെ വയറ്റത്തിൽ ആത്തികൊണ്ടിട്ട് കുത്തി. ആശാ സമര നേതാക്കളായ MA ബിന്ദു, യസ്മിനി എന്നിവരടക്കം 19 പേരെ ഇതിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് KHWA സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ ആഹ്വാനം ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ സംസ്ഥാനത്തുടനീളം ശക്തമായ പ്രതിഷേധം ആശാവർക്കർമാർ. കനത്ത മഴയത്തും ആശാപ്രവർത്തകർ സമരം തുടർന്നു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാമെന്നും കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയക്കാമെന്നും പോലീസ് ഉറപ്പ് നൽകിയതോടെ ആശാപ്രവർത്തകർ മാർച്ചിൽ നിന്നും പിൻവാങ്ങി. പക്ഷേ മുഖ്യമന്ത്രിയെ കാണാൻ അടുത്ത് തന്നെ ഒരു ദിവസം അപ്പോയിൻമെന്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകരെയൊക്കെ ഇപ്പോൾ വിട്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇത് വെച്ചാണ് ഞങ്ങൾ സമരം. പക്ഷേ സെക്രട്ടേറിയറ്റിലെ സമരം ഞങ്ങൾ ഇതില്ല. ഇപ്പോൾ ക്ലിഫ് ഹൗസ് സമരം മാത്രമേ ഞങ്ങൾ തൽക്കാലം മാറ്റിവെച്ചിട്ടുള്ളൂ. വരും ദിവസങ്ങളിലും ആശമാർ അനിശ്ചിതകാല രാപകൽ സമരം തുടരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശാപ്രവർത്തകരുടെ ക്ലിഫ് ഹൗസ് മാർച്ചിന് നേരെ ഉണ്ടായ പോലീസ് നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. ആശാപ്രവർത്തകരെ ശത്രുക്കളെ പോലെയാണ് സർക്കാർ നേരിടുന്നത്. മാർച്ചിനു നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും സ്ത്രീകളെ ആക്രമിക്കുകയും ചെയ്തു. ചിലരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയതായും പരാതിയുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് മഴ കനത്തു പെയ്യുകയാണ്. ഈ മാസം ഇതുവരെ പെയ്തത് 163.2 മില്ലിമീറ്റർ മഴയാണ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ റെഡ് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഈ മാസം ഇതുവരെ സാധാരണയായി പെയ്യേണ്ടത് 226.6 മില്ലിമീറ്റർ മഴയാണ്. എന്നാൽ 28% കുറവ് മഴയാണ് ഇതുവരെ പെയ്തത്. അതേസമയം വിവിധയിടങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഈ മാസം 16 മുതൽ 22 വരെയുള്ള കണക്ക് പ്രകാരം പാലക്കാട്, തിരുവനന്തപുരം, വയനാട് ജില്ലകളിൽ പ്രതീക്ഷിച്ചതിലും അധിക മഴയാണ് ലഭിച്ചത്. കണ്ണൂർ, എറണാകുളം, ഇടുക്കി, കാസർഗോഡ്, കോട്ടയം, തൃശൂർ ജില്ലകളിലും അധിക മഴ ലഭിച്ചു. കൊല്ലം, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ സാധാരണ നിലയിൽ മഴ പെയ്തപ്പോൾ ഏറ്റവും കുറവ് മഴ പെയ്തത് ആലപ്പുഴ ജില്ലയിലാണ്. ഇന്ന് 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്നു. ഇടിമിന്നലിന് പുറമെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വെള്ളിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ഇടങ്ങളിൽ മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ പെയ്യും. ശക്തമായ മഴ പെയ്യുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണമെന്നും സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു. പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വടക്കൻ ജില്ലകളായ തിരുവള്ളൂരിലും റാണിപ്പേട്ടിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചെന്നൈ ഉൾപ്പെടെയുള്ള 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കടലൂരിൽ മഴക്കെടുതിയിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തു. വീടിന്റെ ചുമരിടിഞ്ഞു വീണ അമ്മയും മകളുമാണ് മരിച്ചത്. നാൽപ്പത് ദിവസത്തെ യൂറോപ്യൻ സന്ദർശനത്തിന് തുടക്കമിട്ട് സ്വിറ്റ്സർലാൻഡിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സ്നേഹനിർഭരമായ വരവേൽപ്പ്. അമ്മയെ കാണാനും അനുഗ്രഹം ഏറ്റുവാങ്ങാനും ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്.
അന്ധകാരത്തെ അകറ്റി മനസ്സിൽ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ദീപപ്രഭ ചൊരിഞ്ഞ് അമ്മയുടെ സ്വിറ്റ്സർലാൻഡ് സന്ദർശനം. 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ദീപാവലി ദിവസം തന്നെ അമ്മയെത്തിയപ്പോൾ സ്വിറ്റ്സർലാൻഡ് നിവാസികൾക്കെല്ലാം അത് അവിസ്മരണീയ നിമിഷങ്ങൾ സമ്മാനിച്ചു. ലോകശാന്തിക്കായുള്ള മന്ത്രം ഉരുവിട്ട് അമ്മയും അവർക്കൊപ്പം ചേർന്നു. സ്വിറ്റ്സർലാൻഡ് പാർലമെന്റ് അംഗവും ഹിറ്റ്സ്ലഡൻ ക്ലിനിക്കിലെ ന്യൂറോളജിസ്റ്റുമായ റെറ്റു അഗോസ്റ്റി, സ്വിറ്റ്സർലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി മൃദുൽ കുമാർ, നടിയും സാമൂഹിക മാധ്യമങ്ങളിലെ താരവുമായ സോയി പാസ്റ്റൽ എന്നിവർ ചേർന്നാണ് അമ്മയെ ഹാരമണിയിച്ച് സ്വീകരിച്ചത്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകമാണ് അമ്മയെന്ന് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യൻ സ്ഥാനപതി മൃദുൽ കുമാർ പറഞ്ഞു. ജാതിയുടെയും മതത്തിന്റെയും നിറങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ നിർലോഭമായ സ്നേഹമാണ് അമ്മ പകരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. True, honest love liberates. And when we see Amma as this shining example of compassion and love, we see that her love holds no bounds. It does not see gender. It does not see color. It does not see races. This love is for everybody. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനം, ഭജന, ദർശനം എന്നിവ നടന്നു. അമ്മയെ കാണാനും സ്നേഹാലിംഗനം ഏറ്റുവാങ്ങാനുമായി നിരവധി പേരാണ് സ്വിറ്റ്സർലൻഡിൽ എത്തിയത്. തുടർന്ന് അമ്മ സ്പെയിനിലേക്ക് യാത്ര തിരിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV.